എക്കാലത്ത് മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് സ്ട്രെസ്സ്, മാനസിക പിരിമുറുക്കം. കാരണങ്ങൾ പലതുമായിരിക്കാം, പക്ഷെ പലർക്കും ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ജീവിതം എന്ന് പറയുന്നത് അത്തരം ആൾക്കാർക്ക് നരകമാണ്. ഇത്തരം സ്ട്രെസ്സിൽ നിന്ന്, മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ 10 പ്രാക്ടിക്കൽ സീക്രട്ട് സ്റ്റെപ്സ്. ഒന്നാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺട്രോൾഡ് കോൾഡ് എക്സ്പോഷർ. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പച്ചവെള്ളത്തിൽ കുളിക്കുക, അത്രയേ ഉള്ളൂ. അതായത് നമ്മളിപ്പോൾ ചൂടുകാലമാണെങ്കിലും തണുപ്പ് കാലമാണെങ്കിലും ശരി, നമ്മൾ ഒരേ രീതിയിലല്ല കുളിക്കണത്. തണുപ്പ് കാലത്ത് നമ്മൾ ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമായിരിക്കും കുളിക്കുന്നുണ്ടാവുക. ആ രീതിയൊക്കെ ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ തണുത്ത വെള്ളത്തിൽ തന്നെ കുളിക്കാനായിട്ടുള്ള ശ്രമം നടത്തുക. പലപ്പോഴും നമ്മുടെ ആ സ്ട്രെസ്സ് കുറയ്ക്കുന്നതിന് ഇത് കാരണമാകും. നമ്മൾ ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന സമയത്ത് നമ്മൾ ബോഡി വളരെ കംഫർട്ടബിളാണ്. അങ്ങനെയാകുന്ന സമയത്ത് മനസ്സിനാണ് പിന്നെ പണി മൊത്തം നമ്മൾ കൊടുക്കുക. എന്നാൽ ശരീരത്തിന് കുറച്ച് സ്ട്രെസ്സ് കൊടുക്കുന്ന സമയത്ത് മനസ്സിൻ്റെ സ്ട്രെസ്സ് നമ്മൾ കുറച്ച് നേരത്തേക്ക് മറക്കും, അല്ലെങ്കിൽ അത് നമ്മുടെ ശ്രദ്ധ മൊത്തം ഇങ്ങോട്ട് വരും. അപ്പോൾ നമ്മൾ തണുത്ത വെള്ളം എടുത്ത് ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ മൊത്തം ഇങ്ങോട്ടാണ്. മറ്റത് നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ തലവേദന എടുപ്പിക്കുന്ന മാനസിക പിരിമുറുക്കം ഉണ്ടാക്കുന്ന ചിന്തകളിലായിരിക്കും നമ്മുടെ ചിന്ത. കാരണം എന്താ, ബോഡിക്ക് നല്ല കംഫർട്ടബിളാണ്, ചൂടുവെള്ളമാണ്. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് ഇനി ചിന്തിക്കണ്ട. അങ്ങനെയല്ല, കോൾഡ് ഷവർ എടുക്കുന്ന സമയത്ത് ശ്രദ്ധ മൊത്തം ഇങ്ങോട്ട് വരും. ബോഡിക്കിട്ടിട്ട് നമ്മളൊരു പണി കൊടുക്കുകയാണ്. അപ്പോൾ മനസ്സ് ഇങ്ങോട്ട് വന്നേ പറ്റുള്ളൂ, മനസ്സിന് റിലാക്സ് ചെയ്യാൻ പറ്റില്ല. സോ പറഞ്ഞു വരണത് കുറച്ച് നേരത്തേക്കാണെങ്കിലും അങ്ങനെ കുളിക്കുക. പതിയെ എന്ത് ചെയ്യുക, തണുപ്പും കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും നമുക്ക്, അതേപോലെ തന്നെ സമയവും കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. ആദ്യം അത്രയും നേരം നമുക്ക് പറ്റണമെന്നില്ല. വളരെ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ ആ ഒരു കോൾഡ് ഷവർ നമ്മൾ തീർക്കും. കാരണം നല്ല തണുപ്പായിരിക്കുമല്ലോ. പതുക്കെ അത് കൂട്ടിക്കൊണ്ടുവരിക. തണുപ്പും കൂട്ടാം, സമയവും കൂട്ടാം. ഈ പറയുന്ന പോലെ നിങ്ങളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു വെൽബീയിങ്ങിന് അത് ഗുണം ചെയ്യും. ഒരുപാട് പേര് ഇത് ചെയ്ത് സക്സസ് ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതായത് വളരെ പ്രഗത്ഭരായിട്ടുള്ള സെലിബ്രിറ്റീസുകൾ, എല്ലാ ഫീൽഡിലുള്ള സെലിബ്രിറ്റീസുണ്ട്. അതിൽ നല്ല പ്രമുഖരായിട്ടുള്ള കുറേ പേര് അവരവരുടെ ബയോഗ്രാഫിയിലും സ്പീച്ചിലൊക്കെ ഇത് പറയണത് കേട്ടിട്ടുണ്ട്. രണ്ടാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെൻസറി ഡിപ്രിവേഷനാണ്. അതായത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെല്ലാം വളരെ സമാധാനം കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടാവും. എവിടെയെങ്കിലും ഒരു റൂം ഉണ്ടാവും. വലിയ ബഹളമോ ഒരു പ്രശ്നങ്ങളോ ശല്യങ്ങളോ ഒന്നുമില്ലാത്തൊരു ശാന്തമായ ഒരു സ്ഥലം എവിടെയെങ്കിലും ഉണ്ടാവും. ആ സ്ഥലത്ത് കുറച്ച് നേരം പോയിട്ട് ഇരിക്കുക, സമാധാനമായിട്ട് ഇരിക്കുക, റെസ്റ്റ് ചെയ്യുക. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാനസികമായിട്ട് കുറച്ച് റെസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണ്. ഈ കുട്ടികളുടെ ബഹളവും അല്ലെങ്കിൽ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നുള്ള വണ്ടികളുടെ ബഹളവും ഈ പട്ടി നായ്ക്കളുടെ ഒച്ചയും എല്ലാം കൂടി ആയിട്ടുള്ള ഒരു തലവേദന പിടിക്കുന്ന, പിന്നെ നമ്മളുടെ തലക്കകത്തുള്ള ആവശ്യത്തിനുള്ള തലവേദന വേറെ, ഇതെല്ലാം കൂടി ആകുമ്പോഴാണ് നമുക്ക് താങ്ങാൻ പറ്റാതെ വന്നത്. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്, ഇതുപോലെ ഒരു ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് ഇരിക്കുക, മനസ്സിനെ റിലാക്സ് ചെയ്യാൻ വിടുക. പറ്റുകയാണെങ്കിൽ അവിടെ കുറച്ച് നേരം ഇരുന്നു കൊണ്ട് മെഡിറ്റേറ്റ് ചെയ്യുക. വേറെ ഒന്നിനെയും കുറിച്ചിട്ട് അധികം ചിന്തിക്കാതിരിക്കുക. അങ്ങനെ മനസ്സിന് റെസ്റ്റ് കൊടുക്കാനുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കുക, അവിടെ കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യുക. ഇത് ഡെയിലി ബേസിസിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്ന സാധനമൊക്കെ ഒരു ദിവസം അല്ലെങ്കിൽ എക്കാലത്തേക്കുള്ള സാധനമാണോ? അല്ല. നമ്മളിപ്പോൾ പല്ല് തേക്കുന്നുണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് എക്കാലത്തേക്കും വേണ്ടിയിട്ടാണോ? അല്ല. നമ്മൾ ദിവസവും പല്ല് തേക്കുകയാണെങ്കിൽ എക്കാലത്തേക്കുമാണ്. ഒരു ദിവസം ചെയ്തുകൊണ്ട് അത് എക്കാലത്തേക്കും ആവില്ല. അതേപോലെ തന്നെയാണ് മെഡിറ്റേഷൻ എന്ന് പറയണതും. നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ അത് എക്കാലത്തേക്കും ഉപകാരത്തിൽ വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരുപാട് നേരത്തേക്കുള്ള ഒരു എഫക്റ്റ് ഒന്നുമില്ല. വളരെ കുറച്ച് നേരത്തേക്കുള്ള ഒരു എഫക്റ്റ് മാത്രമേ ഉള്ളൂ ഈ പറയുന്ന മെഡിറ്റേഷന്. അതുകൊണ്ട് എപ്പോഴൊക്കെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ ചെയ്യാം. അതിനൊരു ശല്യമില്ല. ഒരു ദിവസം ഒരു തവണ അങ്ങനെയൊന്നുമില്ല. എത്ര വേണമെങ്കിലും ചെയ്യാം. ഒരു തവണയെങ്കിലും ദിവസം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. മൂന്നാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടൈം റെസ്ട്രിക്റ്റഡ് ഡിവൈസ് യൂസേജ് ആണ്. പലപ്പോഴും നമുക്ക് അങ്ങനെ ഒരു ടൈം നിയന്ത്രിതമായിട്ടുള്ള ഒരു ഉപയോഗം ഇല്ല. മൊബൈലാണെങ്കിലും കമ്പ്യൂട്ടറാണെങ്കിലും ടി വി ആണെങ്കിലും നമ്മളിപ്പോൾ എന്തെങ്കിലും കാണാൻ വേണ്ടിയിട്ട് അങ്ങ് ചെന്നിരുന്നതായിരിക്കും. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ശരി, എന്താണ് ഇപ്പോൾ പുതിയ വിവരങ്ങൾ എന്നറിയാമെന്ന് എഴുതിയിട്ട് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്തതായിരിക്കും. യൂട്യൂബ് ആണെങ്കിലും ശരി, എന്താ ഇപ്പോൾ ഇവിടെ നടക്കണേ എന്നൊക്കെ നോക്കിയേക്കാം എന്ന് എഴുതി ഒന്ന് കയറിയതായിരിക്കും. ഫേസ്ബുക്കും ഒക്കെ അങ്ങനെ തന്നെ. കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോഴാണ് തിരിച്ചറിയണത് 1.5 മണിക്കൂർ നമ്മൾ സ്ക്രോൾ ചെയ്ത് വിട്ടിട്ടുണ്ട് എന്നുള്ളത്. കാരണം നമ്മൾ പോലും അറിഞ്ഞില്ല. ഒന്ന് കഴിഞ്ഞ് ഒന്ന് ആ ഒരു ചക്രവ്യൂഹത്തിനകത്ത് നമ്മൾ കുടുങ്ങിപ്പോയി. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോഴായിരിക്കും നമ്മളതിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടാവുക. അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയണത് സമയം ഒരുപാട് പോയിട്ടുണ്ടായത്.
അങ്ങനെ സമയം ഒരുപാട് പോയിട്ടുണ്ടാവാൻ നമ്മൾ അനുവദിക്കരുത്. സമയം റെസ്ട്രിക്റ്റഡ് ആയിട്ട്, അതായത് ഇത്ര സമയം മെയിൽ നോക്കാൻ, ഇത്ര നേരം വാട്സപ്പ് ഒന്ന് നോക്കാൻ, ഇത്ര നേരം ഇൻസ്റ്റാഗ്രാം നോക്കാൻ, ഫേസ്ബുക്ക് നോക്കാൻ, എല്ലാം അതിന് കൃത്യമായിട്ട് കുറച്ച് സമയം നമ്മൾ അലൗട്ട് ചെയ്യുക. സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കലി ലോക്കാവും. ലോക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര നേരത്തേക്ക് പിന്നെ അത് തുറക്കാൻ പറ്റില്ല. അങ്ങനെ വല്ല ലോക്ക് ആപ്പുകളിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. ഇനി ഇല്ലെങ്കിൽ അതിൻ്റെ ലോക്ക് നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്തോ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആൾക്കാരുടെ അടുത്തോ ഏൽപ്പിക്കുക. സാധനം നിങ്ങളുടെ കയ്യിലിരുന്നോട്ടെ, അവർ വന്ന് നോക്കുന്നില്ല. പക്ഷേ അവർ വന്ന് ഇത് തുറന്ന് തന്നെങ്കിലേ നിങ്ങൾക്ക് ആപ്പ് തുറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പർട്ടിക്കുലർ ടൈം കഴിയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് കട്ടാവും, ഓട്ടോമാറ്റിക്കലി അത് ലോക്കാവും. പിന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ആ ലോക്ക് നിങ്ങൾ ചോദിക്കാനും പോകരുത്. ആ ഒരു കൃത്യം സമയത്ത് മാത്രമേ നിങ്ങൾ ആ സാധനം ഉപയോഗിക്കാൻ പാടൂ. നിങ്ങൾ അക്കൗണ്ടിൻ്റെ പാസ്വേഡല്ല കൊടുക്കുന്നത്, ആപ്ലിക്കേഷൻ്റെ ലോക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ സേഫാണ്. ഇങ്ങനെ നിയന്ത്രിതമായിട്ട് നിങ്ങൾ ഡിവൈസുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ സ്ട്രെസ്സ് ഒരളവിലേക്ക് കുറയ്ക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് പോയി പെടുകയും ചെയ്യും. തിരിച്ച് പുറത്തിറങ്ങുമ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. വേണ്ടപ്പെട്ട പല കാര്യങ്ങളും പെൻഡിങ്ങിലായിട്ടുണ്ടാവും, നമ്മൾ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടാവും, മടി പിടിച്ച് പോയിട്ടുണ്ടാവും, പ്രോക്രാസ്റ്റിനേഷൻ നടത്തിയിട്ടുണ്ടാവും, പലതും നടത്തിയിട്ടുണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ പ്രൊഡക്റ്റീവ് അല്ലാതെ കുറേ ടൈം നമ്മൾ വേസ്റ്റ് ചെയ്ത് കളഞ്ഞു. അത് പിന്നെ സ്ട്രെസ്സ് കൂട്ടുകയുള്ളൂ അല്ലേ. 4ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇമോഷണൽ ലേബലിംഗ് ആണ്. അതായത് പല രീതിയിലും നമ്മൾ സ്ട്രെസ് അനുഭവിക്കുമ്പോൾ പല രീതിയിലുള്ള ചിന്തകളും പല പ്രശ്നങ്ങളും നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകും. ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് അതെന്താണ് നടക്കണമെന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക. പലപ്പോഴും ടെൻഷൻ ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും നടക്കുമ്പോൾ നമ്മൾ ഒട്ടനെ റിയാക്ട് ചെയ്യാൻ നിൽക്കും. ഇപ്പോൾ സങ്കടം വരുമ്പോൾ നമ്മൾ ഒട്ടനെ കരയും, നിരാശ വരുന്ന സമയത്ത് ചിലപ്പോൾ ദേഷ്യപ്പെടും, അല്ലെങ്കിൽ ഓവർ ഡിപ്രഷനിലേക്ക് പോകും. ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക. എന്താണ് സത്യത്തിൽ നടക്കുന്നത്? പലപ്പോഴും നമ്മൾ പറയില്ല, ആകെ മനസ്സിനൊരു സുഖമില്ല, എന്താണെന്നൊന്നും അറിയണില്ല. അങ്ങനെ ആകരുത്. എന്താണ് നടക്കണമെന്നുള്ളത് നിങ്ങൾ ഒബ്സർവ് ചെയ്യണം. എന്താണ് അവിടെ ആക്ച്വലി നടക്കുന്നത്? നിങ്ങളിപ്പോൾ ടെൻഷൻ അടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന് പോലും അറിയാതെ ടെൻഷൻ അടിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. പലപ്പോഴും നമുക്കത് മനസ്സിലാവില്ല എന്താണെന്നുള്ളത്. ഒരുപാട് ഇരുന്ന് ചിന്തിക്കുമ്പോഴാണ് ആ കാര്യം നമ്മൾ ചെയ്തില്ല. അതിൻ്റെ അനന്തരഫലമായിട്ടാണ് ഇപ്പോൾ ഞാൻ ടെൻഷൻ അടിക്കുന്നത്. ഇപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നടക്കാൻ പോണത്, അത് പ്രോപ്പറായിട്ട് നടക്കില്ലേ? ഇതും കൂടി ആലോചിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ടെൻഷൻ കൂടി. ഒരു കണക്ഷൻ ഉണ്ടാവുമല്ലോ, എന്തൊക്കെ കാര്യങ്ങളാണ് കണക്റ്റഡ് ആയിരിക്കുന്നത്. അപ്പോൾ ഒന്ന് വിട്ടാൽ മൊത്തം വിട്ട പോലെ ആയിരിക്കും. ആ സീരിയസായിട്ട് അത് ചെയ്തു പോകുമ്പോൾ അത് കൃത്യമായിട്ട് മുന്നോട്ടും പോകും. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് കൃത്യമായിട്ട് അവിടെ നടക്കണമെന്നുള്ളത് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. നിങ്ങളുടെ മനസ്സിനെ കൃത്യമായിട്ട് അലട്ടുന്നത് എന്താണ്, ആ സാധനം നിങ്ങൾ കണ്ടുപിടിക്കുക. ഒന്നും ചെയ്യേണ്ട, റിയാക്ട് ചെയ്യാൻ വേണ്ട, ഒന്നും വേണ്ട. നമ്മൾ ജസ്റ്റ് അത് കണ്ടുപിടിച്ച് ഒബ്സർവ് ചെയ്ത് അതാണെന്ന് തിരിച്ചറിഞ്ഞ് ജസ്റ്റ് വയ്ക്കുന്നു, അത്രേ ഉള്ളൂ. അതായത് നമ്മളത് തിരിച്ചറിയുമ്പോൾ, നമ്മളതിനെക്കുറിച്ച് അവെയർ ആകുമ്പോൾ ഒരുപാട് മെച്ചമുണ്ട്. നമ്മൾ ടെൻഷൻ അടിക്കുന്നത് എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. ഇപ്പോൾ നടക്കുന്നത് ടെൻഷനാണ്, ടെൻഷൻ്റെ കാരണം ഇതാണ്, ഇതിൻ്റെ കാരണം അതാണ്, അതിനും കാരണം ഇതാണ്, എല്ലാം ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലായി. ഒരു ക്ലാരിറ്റി വരുന്ന സമയത്ത് സ്ട്രെസ് ലെവൽ കുറയും. എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് എന്ന് പോലും അറിയാത്ത രീതിയിൽ ഇരുന്ന് ടെൻഷൻ അടിക്കുന്ന ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് കാരണം അവർക്ക് ആലോചിച്ചാൽ കിട്ടും, ആലോചിക്കത്തില്ല. കാരണം അതിന് ഇനിയും തല പുകയ്ക്കണ്ടേ. അങ്ങനെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് അവെയർ ആയിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് എഴുതി വയ്ക്കാം. അല്ലെങ്കിൽ ഇന്നസെൻ്റ് ആ പടത്ത് പോയിട്ട് വിളിച്ച് പറയണ പോലെ നിങ്ങൾ ഉറക്കെ ഒന്ന് വിളിച്ച് പറയാം, നിങ്ങളിപ്പോൾ ടെൻഷനിലാണ്, നിങ്ങൾക്കിപ്പോൾ കരയാൻ തോന്നുന്നുണ്ട്, കാരണം ഇതാണ്. നിങ്ങൾക്ക് കേൾക്കാൻ പാകത്തിന് അത്യാവശ്യം ഉറക്കെ നിങ്ങൾക്കത് വിളിച്ച് പറയാം, അല്ലെങ്കിൽ ഒന്ന് എഴുതി വയ്ക്കാം. നിങ്ങളത് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആ തിരിച്ചറിവ് തന്നെ നിങ്ങളുടെ സ്ട്രെസ്സ് കുറയ്ക്കും. ക്ലാരിറ്റി വരുന്ന സമയത്താണ്, ഈ ദുരൂഹത വരുന്ന സമയത്ത് അല്ലെങ്കിൽ മിസ്റ്റീരിയസ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് തലവേദന, നമുക്ക് സ്ട്രെസ്സ്, അൺസർട്ടൻ ആയിട്ടിരിക്കുകയാണ്, എന്താ നടക്കാൻ പോകണമെന്നൊന്നും അറിയുന്നില്ലല്ലോ. അപ്പോഴാണ് പ്രശ്നം. കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ നിങ്ങൾ കംഫർട്ടബിൾ ആവും. 5ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രിയേറ്റീവ് വിഷ്വലൈസേഷനാണ്. പലപ്പോഴും നിങ്ങൾ സ്ട്രെസ്സ് അടിച്ചിട്ടിരിക്കുന്ന സമയത്ത്, ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സമാധാനമായിട്ട് എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് ഇരുന്നിട്ടൊന്ന് ചിന്തിച്ച് നോക്കുക. ഈ സ്ട്രെസ്സിനെ അല്ലെങ്കിൽ ഈ ഒരു ടെൻഷനെ, ഈ ഒരു സിറ്റുവേഷനെ എങ്ങനെ നമുക്കൊന്ന് മാറ്റാം, ഇതിനെങ്ങനെ നമുക്ക് പോസിറ്റീവാക്കി മാറ്റിയെടുക്കാൻ പറ്റും, ഇതിൽ നിന്ന് എങ്ങനെ ഒരു പോസിറ്റീവ് ഔട്ട്കം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, ഇരുന്ന് ചിന്തിക്കുക. അതായത് നമ്മൾ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ലൈഫിനെ ഒരു ചലഞ്ചായിട്ട് എടുക്കണം എന്നുള്ളത്. ഒരു പ്രശ്നമായിട്ട് എടുക്കാതെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത്, ബുദ്ധിമുട്ടുന്ന കഷ്ടപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അതിനെ ഒരു ചലഞ്ചായിട്ട് എടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അതേപോലെ തന്നെയാണ് ഇവിടെ. അതിനെ എങ്ങനെ നമുക്ക്
നേരിടാം, എങ്ങനെ നമുക്കതിനെ മറികടക്കാം, അതിനുള്ള സൊല്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടെത്താം. സോ സ്ട്രെസ്സ് അനുഭവിക്കുന്ന സമയത്ത് ആ സ്ട്രെസ്സിൽ നിന്ന് പുറത്ത് കടക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എങ്ങനെ അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ ഔട്ട്കം നമുക്ക് എങ്ങനെ പുറത്ത് കടക്കാം എന്നുള്ള വഴികളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. ആ വഴികളെക്കുറിച്ച് ജസ്റ്റ് ചിന്തിക്കുന്ന മാത്രമേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ നിങ്ങളുടെ മനസ്സിനെ തന്നെ റിഹേഴ്സൽ ചെയ്യുകയാണ്. ഒരു സ്ട്രെസ്സ് വരുന്ന സമയത്ത് ആ സ്ട്രെസ്സിൽ നിന്ന് എങ്ങനെ പുറത്തിറങ്ങണം, ആ പുറത്തിറങ്ങാനുള്ള ഡോർ, ആ വഴിയെ കുറിച്ചിട്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നത്, ആ റിസൾട്ടിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നത്, സൊല്യൂഷനെ കുറിച്ചിട്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അങ്ങനെ സൊല്യൂഷനെ കുറിച്ച് ചിന്തിച്ച് നിങ്ങളുടെ മനസ്സിനെ പ്രാക്ടീസ് ചെയ്യിക്കുകയാണ്, ട്രെയിൻ ചെയ്യിക്കുകയാണ്. ഭാവിയിൽ ഇതുപോലെ സ്ട്രെസ് അനുഭവിക്കേണ്ട സിറ്റുവേഷൻ വരുന്ന സമയത്ത് അതിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കണം എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മനസ്സ് ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കണമെങ്കിൽ നിങ്ങളിപ്പോൾ ട്രെയിൻ ചെയ്യിച്ചു കൊണ്ടേയിരിക്കണം. അപ്പോൾ നിങ്ങളുടെ മനസ്സിന് സ്ട്രെസ്സ് വരുന്ന സമയത്ത് തന്നെ ചിന്തിക്കും, എന്താ അപ്പോൾ ഇതിനൊരു സമാധാനത്തിന് എന്താ ഒരു സൊല്യൂഷൻ, എന്താ വഴി. ഈ സുന്ദർ പിച്ചായി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, ഗൂഗിളിൻ്റെ CEO ആയിട്ട്, ചുമ്മാതൊന്നുമല്ല, പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്ന സാധനം അങ്ങേ അറ്റത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മാത്രമേ ആ പൊസിഷനിലേക്കൊക്കെ എത്തുള്ളൂ. എന്താ പ്രോബ്ലം സോൾവിങ്? ജീവിതത്തിൽ മാത്രമല്ല, ബിസിനസ്സിനകത്തുമാണെങ്കിലും ഇതുപോലുള്ള പ്രശ്നങ്ങളെ നേരിടാനും മറികടക്കാനുമുള്ളൊരു ആളിങ്ങനെ എല്ല് പോലെ ഇരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ കണക്കൂട്ടണ്ട. സുന്ദർ പിച്ചായി ജീനിയസാണ്. അങ്ങനെയുള്ളൊരു സ്കില്ലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. അതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്ട്രെസ്സ് വരുന്ന ജോലിയാണ് CEOൻ്റെ അല്ലേ, പ്രത്യേകിച്ച് ഗൂഗിൾ CEO. പുള്ളി എന്താ ചെയ്യുന്നത്? അതിനുള്ള സൊല്യൂഷൻസ്. സ്ട്രെസ്സ് ഫുൾ ടൈം സ്ട്രെസ് ആയിട്ടുള്ളൊരു ജോലി തന്നെയാണ്. അതിനുള്ള സൊല്യൂഷനെ കുറിച്ചിട്ട് മാത്രമായിരിക്കും അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അതെങ്ങനെ കണ്ടുപിടിക്കാം? ചിന്തിച്ച് ആ സ്ട്രെസ്സിൽ നിന്ന് അവർ പുറത്ത് കിടക്കും. അവരുടെ മനസ്സിനെ അവർ ട്രെയിൻ ചെയ്യിച്ച് കഴിഞ്ഞു. ഇനി ഇതിനും വലിയ എന്ത് സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാലും അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റും. അവരുടെ മനസ്സിനെ അവർ പരിശീലിപ്പിച്ച് കഴിഞ്ഞു. നിങ്ങളും അതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്. 6ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ്. അതായത് ഓരോ ദിവസവും ഒരു 10 മണിക്കൂർ തൊട്ട് ഒരു 16 മണിക്കൂർ വരേക്കും നീണ്ടു നിൽക്കുന്ന പലതരത്തിലുള്ള ഫാസ്റ്റിംഗ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഉദ്ദേശം എന്താണ്? അത്യാവശ്യം ഭക്ഷണം എന്ന് പറയുമ്പോൾ ഹെവി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാതെ ചെറിയ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ, നട്ട്സ് പോലെയുള്ളതോ ഒരു ചെറുപഴം പോലുള്ളതോ വളരെ ലൈറ്റ് ആയിട്ടുള്ള സാധനം. അത്യാവശ്യത്തിന് വെള്ളം കുടിക്കണം, ഹൈഡ്രേഷൻ പ്രോപ്പറായിട്ട് ഉള്ളിലേക്ക് വെള്ളം എത്തിയിരിക്കണം. അങ്ങനെ ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങളിൽ നിന്ന് ഒന്ന് വിട്ടു നിന്നുകൊണ്ട് വളരെ ലഘുവായിട്ടുള്ള വയറിനെ പട്ടിണിക്കിടാത്ത രീതിയിലുള്ള ഫാസ്റ്റിംഗ് ചെയ്യുക. അത് ഹെൽത്തിയാണ്. ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾ ഷുഗർ കണ്ടൻറ്റൊക്കെ കുറയ്ക്കണം കേട്ടോ. അങ്ങനെ ചെയ്യുന്നത് വഴി ഈ ഷുഗറിൻ്റെ അളവ് രക്തത്തിലുള്ളത് കുറയുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ഇങ്ങനെ ഫാസ്റ്റിംഗ് ചെയ്യുന്നത് വഴി നമ്മുടെ കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോണുണ്ട്, സ്ട്രെസ് ഉണ്ടാക്കുന്ന ഹോർമോൺ. ഇതൊക്കെ ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറയ്ക്കാനും ഒരുപാട് നമുക്ക് ഗുണം ചെയ്യും. അപ്പോൾ നമ്മുടെ ഉദ്ദേശം അവിടെ നടന്നു. മാത്രമല്ല, ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഡിസിപ്ലിനാണ്, ഒരു അച്ചടക്കമുള്ള ഒരു പരിപാടിയാണ്. അച്ചടക്കം ഉണ്ടെങ്കിലേ പരിപാടി നടക്കുകയുള്ളൂ. തിന്നാനുള്ള സാധനം മുന്നിലുണ്ടെങ്കിലും തിന്നണ്ട എന്ന് വെക്കണമെങ്കിൽ കുറച്ച് ഡിസിപ്ലിൻ ആയേ പറ്റുള്ളൂ. സോ നിങ്ങളെ ഡിസിപ്ലിൻഡ് ആക്കുന്നത് കൂടിയാണ്. അതിനും ഒരു ട്രെയിൻഡാണ്, അത് ഒരു ട്രെയിനിങ് ആണ്. ഇത് മെൻ്റൽ ക്ലാരിറ്റി നിങ്ങളുടെ വർദ്ധിപ്പിക്കും. ഡിസിപ്ലിനിൽ ഉള്ള ആൾക്കാർക്ക് മെൻ്റൽ ക്ലാരിറ്റി കൂടുന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഫാസ്റ്റിങ്ങും ഒരു മെത്തേഡ് ഉണ്ട് എന്നുള്ളതാണ് പറയണത്. ഈ വീഡിയോയിൽ പറയുന്ന 10 പോയിൻ്റ് നിങ്ങൾ ഫോളോ ചെയ്യണം എന്നല്ല പറയണത്. നല്ലൊരു ശതമാനം, ഒരു 6-7 പോയിൻ്റ് നിങ്ങൾ ഫോളോ ചെയ്താൽ തന്നെ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഹെവി ആയിരിക്കും. 7ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആൾട്ടർനേറ്റീവ് നോസ്ട്രിൽ ബ്രീത്തിങ് ആണ്. നാഡീശോധന എന്നൊക്കെയാണ് ഇതിന് സംസ്കൃതത്തിൽ പറയണത്. സംഭവം വളരെ സിമ്പിളാണ്. നമ്മൾ എവിടെയെങ്കിലും സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കുക, മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ഇരിക്കുക. വളരെ സിമ്പിളായിട്ട് ഒരു മൂക്കിലൂടെ നമ്മൾ എയർ എടുക്കുന്നു, മറ്റേ മൂക്കിലൂടെ, അതായത് ഹോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വിടുന്നു. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത് ശരീരത്തിന് ഒരുപാട് ഗുണകരമാണെന്നുള്ളതാണ് ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. എത്രത്തോളം അതിന് സയൻറ്റിഫിക് ആയിട്ടുള്ള ബേസ് ഉണ്ട് ചോദിക്കുകയാണെങ്കിൽ എനിക്കറിയില്ല. ഞാൻ എഴുതി വെച്ച ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു പോയിൻറ്റിനെ കുറിച്ച് എനിക്ക് എന്താ പറയുക, അഗാധമായൊരു അറിവോ കാര്യങ്ങളൊന്നും ഈ പോയിൻറ്റിനെ കുറിച്ച് എനിക്ക് ഒട്ടുമില്ല. കാരണം ഈ മൂക്കിൻ്റെ 2 ഹോൾ എന്ന് പറയുന്നത് ഇവിടം കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത് നിങ്ങളുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാനൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നുള്ളത് പലയിടത്തും എഴുതിയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ ദോഷമൊന്നുമില്ലാത്തൊരു സാധനം ആയതുകൊണ്ട് നിങ്ങൾക്കൊരു മെഡിറ്റേഷൻ്റെ ഭാഗം പോലെയായിട്ട് ഇത് കണക്കാക്കി ചെയ്യാം.
ഇവിടെ ഫോക്കസ് ചെയ്യുന്നു, ഇങ്ങോട്ട് ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യും. മാറി 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 നിങ്ങളത് ശ്വാസം എടുക്കുന്നു വിടുന്നു. നിങ്ങൾ ആ കാര്യം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി റിസൾട്ട് ഉണ്ടാകും. കാരണം അതിൻ്റെ സമയത്ത് മെഡിറ്റേഷൻ കൂടി നടക്കുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി, നിങ്ങളത് അറിയാതെ. സോ ഗുണകരമാണ് എങ്ങനെ നോക്കുകയാണെങ്കിലും. 8ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷനാണ്. PMR എന്ന് പറയും. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ മസിലുകളൊക്കെ ഒന്ന് അയച്ചിടുക. മസിലൊക്കെ ഒന്ന് അയച്ചിടുക എന്ന് പറയുന്ന സമയത്ത് ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കടക്കുക, എവിടെയെങ്കിലും ഒന്ന് കടന്നതിന് ശേഷം നമ്മുടെ കാലിൻ്റെ വിരൽ തൊട്ട് നമ്മുടെ തല വരെയുള്ള എല്ലാ ശരീരാവയവങ്ങളുടെയും മസിലുകൾ അയയുന്നതായിട്ട്, ലൂസാക്കി ഇടുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക, മനസ്സുകൊണ്ട് സങ്കല്പിക്കുക. ഇപ്പോൾ കാലുകളുടെ മസിലുകളെല്ലാം അയഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിക്കുകയും അവിടെ ഒട്ടും ബലം പിടിക്കാതെ വളരെ അയച്ച് നമ്മൾ ഇടുകയും ചെയ്യുന്നു. കൈയാണെങ്കിലും കാലാണെങ്കിലും അപ്പടിയേ നമ്മൾ അയച്ചിടുന്നു. ഇങ്ങനെ നിങ്ങളുടെ ഓരോ ശരീരഭാഗങ്ങളും നിങ്ങൾ അയച്ചിട്ട് മനസ്സുകൊണ്ട് നിങ്ങളത് അനുഭവിക്കണം. അയച്ചിട്ടിരിക്കുന്നു. എൻ്റെ കൈയും കാലും പഞ്ഞിക്കെട്ട് പോലെയാണ്, ഒരു മേഘം പോലെയാണ്, ഒട്ടും കനമില്ല, ഒട്ടും ഗ്രാവിറ്റി ഇല്ല, അങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. ഇങ്ങനെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരേ സമയം നമ്മൾ നമ്മുടെ ശരീരത്തെ റിലാക്സ് ചെയ്യിക്കുകയാണ്. മസിലുകളുടെ ടെൻഷൻ കുറയ്ക്കുകയാണ്. അങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളത് അയച്ചിട്ടിട്ട് ബോഡിയെ പരിശീലിപ്പിക്കുകയാണ്. അങ്ങനെ ബോഡി റിലാക്സ്ഡ് ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മനസ്സിലേക്കും അത് ബാധിക്കും. കാരണം മനസ്സും ശരീരവും അങ്ങനെ രണ്ട് സാധനമൊന്നുമല്ല, ഏകദേശം ഒരേ സാധനം തന്നെയാണ്. മനസ്സിന് സന്തോഷം കിട്ടണമെങ്കിൽ ശരീരത്തിലും ഇത് റിഫ്ലക്റ്റ് ചെയ്യും. ശരീരത്തിന് സന്തോഷം കിട്ടുന്ന സമയത്ത് അത് മനസ്സിലേക്കും റിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെ നിങ്ങളുടെ ഈ മസിലുകളൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യുന്ന സമയത്ത് മനസ്സിലുള്ള സ്ട്രെസ്സും നല്ലൊരളവിൽ പുറത്തോട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കും. എവിടെയെങ്കിലും ശാന്തമായിട്ട് വലിയ ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാത്തടത്ത് പോയി ഇരുന്നിട്ട് ഇരിക്കുകയല്ല, കടന്നിട്ട് നിങ്ങളുടെ മസിലുകളൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തൊന്ന് നോക്കിയേ, ഒന്ന് കടന്ന് നോക്കിയേ. അത് കഴിഞ്ഞ് എണീറ്റ് കഴിയണ സമയത്ത് 2-4-5 മിനിറ്റ് മതിയായിരിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾ എണീറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ രാവിലെ ഉറങ്ങി എണീറ്റ് വരുമ്പോൾ നിങ്ങളുടെ എക്സ്പ്രഷൻ എങ്ങനെ ഉണ്ടാവും? ആ ഒരു അവസ്ഥയായിരിക്കും. ഭയങ്കര ഫ്രഷ്നെസ് ഉണ്ടായിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. 5 മിനിറ്റ് ചെയ്താൽ മതി. മൊത്തം ബോഡി ലൂസാക്കിയതിന് ശേഷം കണ്ണൊക്കെ തുറന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എണീറ്റ് പോവാം. ഫുൾ ബോഡി റിലാക്സ് ചെയ്ത് 5 മിനിറ്റ് അങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചോ. പൊളിയായിരിക്കും. ഒന്ന് ചെയ്ത് നോക്ക് നിങ്ങൾ. അപ്പോഴതിൻ്റെ എക്സ്പീരിയൻസ് ഇതിപ്പോൾ മധുരം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അനുഭവിച്ച് തന്നെ അറിയണ്ടേ എന്ന് പറയണ പോലെയാണ്. ഒന്ന് അനുഭവിച്ചറിയുക. പൊളിയാണ് സാധനം. 9ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രാക്ടീസ് മിനിമലിസമാണ്. അതായത് ജീവിതത്തിൽ ഒരുപാട് സാധനം കൊണ്ട് നമ്മൾ ജീവിക്കാതെ വളരെ ചുരുങ്ങിയ സാധനങ്ങളും കൊണ്ട് നമ്മൾ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ ചുരുങ്ങിയ സാധനം എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും നമുക്ക് പെടുത്താം. നമ്മുടെ റൂമിനകത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാവട്ടെ, നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളുടെ ആ മേഖലയിലുള്ള സാധനങ്ങളാവട്ടെ, നമ്മുടെ മേക്കപ്പ് സാധനങ്ങളാവട്ടെ, നമ്മുടെ ഡ്രസ്സുകളുടെ സാധനമാവട്ടെ, എല്ലാം വലിച്ചു വാരി ചറ പറന്നിടുന്നതിന് പകരം മിനിമലായിട്ട് എത്രയാണോ വേണ്ടത് അത്രയും മാത്രം പുറത്ത് വയ്ക്കുക, ബാക്കിയൊക്കെ എടുത്ത് വയ്ക്കുക. അതായത് വളരെ അലങ്കോലമായി കിടക്കാതെ ഒരു ഡിസിപ്ലിനോട് കൂടി, ഒരു അച്ചടക്കത്തോടു കൂടി എല്ലാം കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന സമയത്ത് മനസ്സിന് സ്ട്രെസ്സ് കുറയും. കാരണം എന്താ അറിയുമോ? എല്ലാം അടുക്കും ചിട്ടിയോടുകൂടി കാണുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. വളരെ നീറ്റായിട്ടിരിക്കുന്ന ഒരു ഓഫീസിൽ ചെല്ലുമ്പോഴാണോ നമുക്ക് കൂടുതൽ സന്തോഷം? അതോ ഫയലും ബുക്കും സാധനങ്ങളും പേപ്പറൊക്കെ തലങ്കും വലങ്ങനും ചെരുപ്പൊക്കെ അവിടെയും ഇവിടെയും ചളിയും മണ്ണും കടന്ന് മൊത്തം അലങ്കോലമായിട്ടിരിക്കുന്ന ഒരു ഓഫീസിൽ ചെന്നിരിക്കുമ്പോഴാണോ നമുക്ക് മനസ്സമാധാനം കിട്ടുക? നിങ്ങളതിനെ ഒന്ന് ആലോചിച്ച് നോക്കുക. അത് ഓഫീസാവട്ടെ, വീടാവട്ടെ, എന്തോ ആയിവട്ടെ, അവിടുത്തെ വൃത്തി, അവിടുത്തെ നീറ്റ്നെസ്, അവിടുത്തെ അടുക്കും ചിട്ടി എന്ന് പറയണത്, അടുക്കും ചിട്ടിയും ഒട്ടുമില്ലാത്ത ഒരാൾക്കാണെങ്കിൽ പോലും അവിടെ ചെല്ലുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും, ഒരു തൃപ്തി ഉണ്ടാവും. പക്ഷേ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പുള്ളി ഭയങ്കര മോശമായിരിക്കും. പക്ഷേ ആ പറയുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ പുള്ളിക്ക് വല്ലാത്തൊരു പോസിറ്റീവ് വൈബായിരിക്കും. എന്താ കാരണം? ഈ അച്ചടക്കം ഇല്ലാത്ത ആൾക്കാർക്ക് പോലും ഈ അച്ചടക്കം ഉള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് അവിടെ മാത്രമായിട്ട് ആക്കണ്ടല്ലോ. നമ്മുടെ വീട്ടിലേക്കും, നമ്മൾ ഇരിക്കുന്നിടത്തും, നമ്മുടെ ഓഫീസിലും, നമ്മുടെ റൂമിലും, നമ്മൾ പഠിക്കുന്നിടത്തും ഒക്കെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാലോ. ഡീക്ലട്ടർ ആവാതെ, അലങ്കോലപ്പെട്ട് കിടക്കാതെ എല്ലാം അടുക്കും ചിട്ടിയോട് കൂടി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. നീറ്റ്നെസ് കാണുമ്പോൾ, അടുക്കും ചിട്ടിയും ആ ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് കാണുമ്പോൾ തന്നെ സ്ട്രെസ്സ് കുറയും. അലങ്കോലപ്പെട്ട് കിടക്കുമ്പോൾ നമുക്ക് ഭ്രാന്ത് കയറുകയാണ് ചെയ്യുക. നിങ്ങൾക്ക് തന്നെ അതൊക്കെ അനുഭവം ഉണ്ടാവും. ട്രൈ ചെയ്ത് നോക്ക്, റിസൾട്ട് ഉണ്ടാവും.